എന്തൊക്കെയാണപ്പാ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നടക്കണത് നിങ്ങൾക്കറിയാമോ? അക്ബറിനെതിരെ, അതെ അക്ബറിനെതിരെ നമ്മുടെ വൃത്തികെട്ട രീതിയിൽ അക്ബർ പെരുമാറി, അക്ബർ നിന്നു, അക്ബർ തൊട്ടു, അക്ബർ മൂക്കെടുത്ത് മൂക്കിട്ട് ഒരച്ചു. അക്ബർ വൃത്തികെട്ട ജന്തുവാണ്, വൃത്തികെട്ട രീതിയിലാണ് പെരുമാറിയത്, അവിടെ നിന്നത്, തള്ളിയത്, ഫുൾ ബോഡി വെയിറ്റും അനുവിൻ്റെ പേര് പറയാൻ മറന്നുപോയി, അനുവിൻ്റെ മുകളിലേക്ക് ഇട്ട് അനുവിൻ്റെ മൂക്ക് ഒരച്ചിട്ട് എന്തൊക്കെയോ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ഫുൾ ബീപ്പാണ് കുറേ കാര്യങ്ങൾ. കാര്യം അമ്മാതിരി വൃത്തികേടുകൾ വിളിച്ച് പറയുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ അതിനെക്കുറിച്ചും പറയാം. അനു ആയിരുന്നു ഇതിന്റെ തുടക്കമിട്ടത്. പക്ഷെ അതിനെക്കാട്ടിയും അവിടെ റോള് പ്ലേ ചെയ്യണത്, ഇമാതിരി റോളുകളൊക്കെ ഏറ്റെടുക്കുന്ന ആരായിരിക്കും? നമ്മുടെ ലക്ഷ്മിയാണ് ഇതിന് മധ്യസ്ഥത വഹിക്കുന്നത്. പുള്ളിക്കാരിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഒനിലിന്റെ കേസ്, നമ്മുടെ മാവ് വീണ കേസ്, അതുപോലെ നമ്മുടെ അക്ബറിന്റെ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. മിക്കവാറും അക്ബറിനെ പുറത്താക്കാനുള്ള പരിപാടി, ചവിട്ടി പുറത്താക്കും മിക്കവാറും. കാര്യം അക്ബർ ഇവിടെ എന്തോ വൃത്തികെട്ട രീതിയിലാണ് പെരുമാറിയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടാ. അപ്പം അതിനെക്കുറിച്ച് മാപ്പൊന്നും ചോദിച്ചിട്ടില്ല, അതവിടെ നിൽക്കട്ട്. ഞാൻ ഇന്നലെ പി ആറുകളെ വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തില്ലേ? പി ആർ എന്ന് കേട്ടതും കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കുമുള്ള പി ആറുകൾ. അതെ, പി ആർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പി ആറുകൾ ഇറങ്ങും, എന്നിട്ട് എനിക്കെതിരെ വീഡിയോ ആയിട്ട് വരും. അണ്ണാ രായണ്ണൻ എൻ്റെ പൊന്നോ രായണ്ണ, അണ്ണ എനിക്ക് വേണ്ടി മാത്രം എന്തെണ്ണ ഇങ്ങനെ എൻ്റെ വീഡിയോ മാത്രം, അണ്ണനോട് എനിക്ക് ഭയങ്കര പരാതിയുണ്ട്. എൻ്റെ വീഡിയോ മാത്രം ബ്ലർ ചെയ്ത് എൻ്റെ മുഖം ഒന്നും കാണിക്കാതെ സ്പീഡാക്കിയൊക്കെ കാണിച്ചേക്കണം. എനിക്ക് സഹിക്കാൻ പറ്റൂല. അണ്ണനപ്പം പേടിയുണ്ടല്ലേ എന്നെ, അതുകൊണ്ടായിരിക്കും. അണ്ണന് ധൈര്യമില്ല അണ്ണ എൻ്റെ മുഖം കാണിക്കാൻ. അണ്ണന് പുതപ്പിൻ്റെ അടിയിൽ എന്താണെന്നൊക്കെ ഉള്ളത് ധൈര്യമായിട്ട് അണ്ണൻ കാണിക്കണുണ്ടല്ലോ. ഒരു മാസം ഫുൾ പുതപ്പിൻ്റെ അടിയിൽ എന്താണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തത് അണ്ണനല്ലേ? പുതപ്പിൻ്റെ അടിയിൽ പിടി നടന്നോ, പുതപ്പിൻ്റെ അടിയിൽ കൃത്യമായി ഏത് ഭാഗത്താണ് പിടിച്ചത് എന്നൊക്കെ അണ്ണൻ കാണിച്ചു കൊടുത്തു വീഡിയോയിൽ. എന്നാലും എൻ്റെ മുഖം അത്രയ്ക്ക് മോശമാണോ രായണ്ണ? എൻ്റെ മുഖം കാണിക്കാൻ അണ്ണൻ എന്താണ് കുഴപ്പം? പി ആർ എന്ന് പറഞ്ഞപ്പോൾ അണ്ണന് നൊന്തല്ലേ? പോട്ട്, സാരമില്ല. അണ്ണനൊരു കാര്യം ചെയ്യണം. അടുത്ത സീസൺ, ഈ സീസൺ ഒത്തില്ല, അടുത്ത സീസൺ എങ്കിലും അണ്ണന് ഞാൻ കുറച്ച് പൈസ തരാം, എനിക്ക് വേണ്ടി കുറച്ച് വീഡിയോ ചെയ്ത് തരുമോ? എന്നെ പൊക്കിയിട്ട്. അണ്ണൻ എപ്പോഴും അനുവിനെ മാത്രമേ പൊക്കണുള്ളൂ, എന്നെ ഒന്നും പറയണില്ല, എന്നെ ഫുൾ നെഗറ്റീവ്. അണ്ണൻ ഇച്ചിരി ഞാൻ തരാം. അപ്പം അണ്ണൻ എനിക്ക് വേണ്ടി, എന്നെ രേവതി നല്ലതാണ്, നല്ല റിവ്യൂവറാണ്, എൻ്റെ നല്ല ഫോട്ടോസ് ഞാൻ തരാം അണ്ണന്. മുഖമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല സുന്ദരിയായിട്ടുള്ള അണ്ണൻ ക്ലിയർ ആയിട്ട് കാണിക്കണം അടുത്ത വീഡിയോയിൽ എൻ്റെ മുഖം. അണ്ണൻ ക്ലിയർ ആയിട്ട് കാണിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമം വരും. ഞാൻ പി ആർ എന്ന് പറഞ്ഞത് വിഷമമായ സാരമില്ല, പോട്ടണ്ണ. പി ആർ എന്ന് പറയുമ്പം അണ്ണൻ തന്നെ ഇറങ്ങി ഇങ്ങ് വന്ന് കാണിച്ചു കൊടുത്തു ഞാനാണ് പി ആർ എന്ന്. സാരമില്ല അണ്ണൻ വിഷമിക്കണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, പുറത്ത് പി ആറുകളുണ്ട്, ചില പി ആറുകളൊക്കെ ചില ക്രോസ് വോട്ട് ചെയ്ത് ചില ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തിയത് അണ്ണനാണ്. അത് അണ്ണൻ തെളിവായിട്ട്, അയ്യോ അണ്ണൻ ഇത്ര ഞാൻ അറിഞ്ഞില്ല കേട്ടോ അണ്ണനാണെന്ന്. പക്ഷെ അണ്ണൻ തന്നെ മുന്നിലേക്ക് വന്ന് കാണിച്ചു തന്ന് ഞാനാണ് ആ ആളെന്ന്. എന്തായാലും പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തല്ലോ അണ്ണനാണെന്ന്. എന്നാലും എൻ്റെ ഫോട്ടോ ക്ലിയർ ആയിട്ട് വെക്കാത്തതിൽ എനിക്ക് ഇപ്പോഴും വിഷമമുണ്ട്. ഞാൻ അണ്ണന് കുറച്ച് പൈസ തരാം കേട്ടോ അണ്ണ എൻ്റെ ഫോട്ടോയും വെക്കണം, എന്നെയും പൊക്കി പറയണം. അങ്ങനെ എപ്പോഴും അനു മാത്രം. ഞാൻ എന്തോന്ന്, ഞാനും ബിഗ് ബോസിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അണ്ണന് കുറച്ച് പണിയൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു ഞാൻ. പക്ഷെ എന്നാലും എന്നെ മാത്രം വെക്കാത്തത്, എൻ്റെ ഫോട്ടോ ക്ലിയർ അല്ല. എനിക്ക് അതിൽ ഭയങ്കര പ്രേക്ഷകരെ നിങ്ങൾ പോയി കാണണം കേട്ടോ. അണ്ണൻ ഇച്ചിരി സപ്പോർട്ടൊക്കെ കൊടുക്കണം, മനസ്സിലായ? അണ്ണ എനിക്കെതിരെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. രായണ്ണൻ അണ്ണ എനിക്ക്, ഞാനാണ് പി ആർ. ഞാൻ പി ആറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അണ്ണന് വിഷമം വന്നടാ. വിഷമം വന്ന് അത് പിന്നെ സഹിക്കാൻ പറ്റൂലോ അണ്ണന്. അണ്ണൻ കുലിസിതങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ ചെയ്യണത് ഫുള്ള് വീഡിയോസ്. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ പി ആർ എന്ന് പറഞ്ഞപ്പോൾ അണ്ണൻ പെട്ടെന്ന് തന്നെ കണ്ണു പറഞ്ഞു, അയ്യോ എന്നെ എന്തോ പറയണ്. അപ്പം അണ്ണന് പെട്ടെന്ന് തന്നെ കിട്ടി കുറച്ച് എന്നാ വീഡിയോ ചെയ്തോ അവക്കെതിരെ. കാര്യം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് വീഡിയോ ചെയ്യാൻ. കുറേ ആൾക്കാരൊക്കെ കാര്യം അനു ഇന്ന് നെഗറ്റീവ് ആവും. അനു പാവം അണ്ണ, ഞാൻ നെഗറ്റീവ് പറയാത്ത ആരും ഇല്ല അണ്ണ. ഞാൻ ഈ 2 ആഴ്ച ആ കുട്ടീനെ നല്ലത് മാത്രമേ, ഇന്ന് രാവിലെ ആ കൊച്ചിനെ കുറിച്ച് ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് പെട്ടെന്ന് തന്നെ അനു നെഗറ്റീവ് ആവുന്ന കണ്ടൻസാണ് വന്നേക്കുന്നത്. അത് അണ്ണൻ ഇന്നലെ കിട്ടി. അനു ഇന്ന് നെഗറ്റീവ് ആവുന്നുള്ള കാര്യം ഇന്നലെ മനസ്സിലായി. അപ്പം നേരത്തെ ഒന്ന് ഇട്ട് വെച്ചേക്കാം. രേവതിക്കെതിരായിട്ട് നേരത്തെ വീഡിയോ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ആൾക്കാരെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ. എൻ്റെ പൊണ്ണണ്ണ, ഞാൻ നെഗറ്റീവ് പറയാത്ത ആരുമില്ല. ഇന്നലെ ഷാനവാസിനെ നെഗറ്റീവ് പറഞ്ഞു, ഷാനവാസിനെ എക്സ്പോസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ അനീഷായിരുന്നു. അനീഷിന്റെ ഗെയിം മൊത്തം ബിഗ് ബോസ് എക്സ്പോസ് ചെയ്ത്, പിന്നെ നിങ്ങളെ മൊത്തം പി ആറുകളെ മൊത്തം ബിഗ് ബോസ് തന്നെ പൊക്കിയെടുത്ത്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേദനിച്ച? സാരമില്ല അണ്ണ, ഞാനിങ്ങനെ പി ആറുകളെ കുറിച്ച് പറയാം. കാര്യം അണ്ണ നിങ്ങളാണ്, പി ആറുകളാണ് ഈ ഗെയിം തൊലച്ചോണ്ടിരിക്കണത് അണ്ണ.
ഇങ്ങനെ ഡീഗ്രേഡിങ് വീഡിയോസൊക്കെ ഡീഗ്രേഡിങ് കണ്ടന്റ് ഒക്കെ അവരിങ്ങനെ മറ്റ് കണ്ടസ്റ്റൻസിന് വേണ്ടി ചെയ്യുന്നില്ലേ? അപ്പം അത് കാരണം നല്ല നല്ല കളിക്കാരൊക്കെ ഔട്ടായി പോകണണ്ണ. അതുകൊണ്ടാണ്. എന്നാൽ അണ്ണ എന്നെ കുറിച്ചിട്ട് നല്ല ഒരു വാക്ക് ഞാൻ തരാം അണ്ണന് കുറച്ച് പൈസയൊക്കെ ഞാനും തരാം. ഞാൻ കുറച്ച് നോക്കിയെടുത്ത് വെക്കാം. ഞാൻ അടുത്ത സീസണിൽ എന്നെക്കുറിച്ച് നല്ലത് പറയണേ. ഞാൻ മാത്രം എത്ര കൊല്ലമായി എന്നെക്കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ PR-കളെ കുറിച്ച് പറയണോണ്ടായിരിക്കും അണ്ണന് വിഷമാവും. പിന്നെ അണ്ണന് കുൽസിതങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വീഡിയോയിൽ. പക്ഷെ എനിക്ക് വിഷമം അതാണ്. അതൊക്കെ അണ്ണൻ ക്ലിയർ ആയിട്ട് കാണിക്കണുണ്ട്. ബെഡിൻ്റെ അടിയിൽ എന്താണ്, പുതപ്പിൻ്റെ അടിയിൽ എന്താണ്, പിടി നടന്നോ, പിടിച്ചോ ഇല്ലയോ, ഏത് ഭാഗത്താണ് പിടിച്ചത്, ഇതൊക്കെ അണ്ണൻ വലിയ ക്ലോസപ്പ് ഷോട്ടിനകത്ത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കും. എൻ്റെ മുഖം മാത്രം നിങ്ങൾ പോയി കാണു പ്രേക്ഷകരെ, കുറച്ച് വ്യൂ ഒക്കെ ഉണ്ടാക്കി കൊടുക്ക്. പക്ഷെ എൻ്റെ മുഖം ക്ലിയർ അല്ലെന്നേ, എൻ്റെ മുഖം ക്ലിയർ അല്ലെന്ന്. അതിലാണ് എനിക്ക് വിഷമം. എൻ്റെ മുഖവും ക്ലിയർ അല്ല, എൻ്റെ നല്ല ശബ്ദവും സ്പീഡാക്കി ഇട്ടേക്കണമെന്ന് ഞാൻ സമ്മതിച്ചു തരൂല ഞാൻ അണ്ണന്. എനിക്ക് വിഷമമാണെന്ന്. എൻ്റെ മുഖം ക്ലിയർ ചെയ്യാതെ അണ്ണന് മറ്റേ പുതപ്പിൻ്റെ അടിയൊക്കെ ക്ലിയർ ചെയ്തിട്ടല്ല. നമ്മുടെ ജിസേലും ഔട്ടായി പോയി പാവം അണ്ണൻ. അല്ലായിരുന്നെങ്കിൽ ഇനിയും അതും കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുതപ്പിൽ എന്താണ്. അതും പറ്റണില്ല പാവം. എന്നാൽ എൻ്റെ ഫോട്ടോ എങ്കിലും ക്ലിയർ ചെയ്ത് ഇട്ടുവിടായിരുന്നു ഇച്ചിരി. അപ്പോൾ ആൾക്കാർ കാണുമായിരുന്നല്ല, എനിക്ക് കുറച്ച് റീച്ചും കിട്ടുമായിരുന്നു. എൻ്റെ മുഖവും കളഞ്ഞ് മുഖവും ക്ലിയർ ആക്കി ഇട്ടിട്ടില്ലെന്നേ. എന്തൊരു കഷ്ടമാണ് പ്രേക്ഷകരെ. നിങ്ങൾ പോയി കണ്ടു നോക്ക്. അടുത്ത സീസണിൽ നോക്കിക്കോ. അണ്ണനെ ഞാൻ പിടിക്കുന്നുണ്ട്. അണ്ണനെ നോക്കിക്കോ, അണ്ണനെ ഞാൻ വിളിച്ചിട്ട് പറയും, അണ്ണ എനിക്ക് വേണ്ടി ഒരു 5 വീഡിയോ എങ്കിലും ചെയ്യണം നല്ലത്. പൊക്കി പറഞ്ഞിട്ട് രേവതി നല്ല റിവ്യൂവറാണ്, രേവതി നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുഖമൊക്കെ ക്ലിയാരിറ്റിയുള്ള 2-3 ഫോട്ടോസൊക്കെ ഞാൻ ഇങ്ങനെ തരും. അപ്പോൾ പുതപ്പിൻ്റെ അടുത്ത വർഷവും പുതപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അണ്ണ എന്നെ മറക്കരുത്. കുൽസിതങ്ങളൊക്കെ ഉണ്ടാവും. അണ്ണൻ തമ്മനയിൽ പോലും ഇട്ടിട്ടുണ്ടോ എന്തോ, എനിക്ക് റീച്ചും തരണില്ല. എന്ത് കഷ്ടമാണ് നോക്ക് പ്രേക്ഷകരെ. അനു നെഗറ്റീവ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഓടി വന്നിട്ട് എനിക്കെതിരെ വീഡിയോ ഇടുന്നു. അത് നേരത്തെ പറയണ്ടേ, അത് ഇന്നലെ തന്നെ കിട്ടി. അത് ഇന്ന് ലൈവിൽ അനു നെഗറ്റീവ് ആവും, അനു ഇന്ന് കുറച്ച് ഓവറാണ് എന്നൊക്കെ ഉള്ളത് കിട്ടി. അനു ഈ എപ്പിസോഡിൽ നെഗറ്റീവ് ആവും. അപ്പോൾ അനുവിന് എന്തെങ്കിലും നെഗറ്റീവൊക്കെ പറഞ്ഞാൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. കാര്യം പറയണത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയൊക്കെ പൊക്കിയടിയാണല്ലോ. പക്ഷെ അണ്ണനോട് എനിക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട്. എപ്പോഴും അനു. അപ്പം ഞാൻ എവിടെ പോയി? ഞാൻ എന്തോന്നാണ്? നമ്മൾ തമ്മിൽ നേരത്തെ ഞാനൊക്കെ സീസൺ 2 തൊട്ടുള്ള ആളല്ലേ. അണ്ണൻ അറിഞ്ഞൂടെ? എന്നെ ഒഴിവാക്കി എന്തിനാണ്? എന്നെക്കുറിച്ച് ഒരു നല്ല വാക്ക് പോലും പറയത്തുമില്ല. എപ്പോഴും അനുവൊക്കെ 1 മാസത്തിനകം പോവും. പിന്നെ ഞാനേ ഉള്ളൂ ഇവിടെ. മനസ്സിലായ? അടുത്ത സീസണിൽ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ പോവും. എനിക്ക് അറിഞ്ഞൂടാ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറയുള്ളൂ പ്രേക്ഷകരെ. കാരണം നമ്മുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല. ഒക്കെ അയ്യാതെയൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ അണ്ണ എനിക്കെതിരെ PR എന്ന് കേട്ടതും അണ്ണന് വിഷമമായി. ഞാൻ PR-കളെ കുറിച്ച് പറഞ്ഞ വീഡിയോ ആണ് എടുത്തിട്ടേക്കണത്. PR-കളെ കുറിച്ച് ഞാൻ പറഞ്ഞ വീഡിയോ. ആ PR-കൾ മറുവോട്ട് കൊടുത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അണ്ണന് ഡയറക്ഷൻ കിട്ടി. എടുത്തിട്ടോ, കാച്ചിക്കോ, അവക്കെതിരെ വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞ്. അങ്ങനെ അണ്ണൻ വീഡിയോ ഇട്ട്. പക്ഷെ എൻ്റെ ഫോട്ടോ ക്ലിയർ അല്ല. അതിലാണ് എനിക്ക് വിഷമം. ഞാൻ ഇനിയും പറയും, ജീവനുള്ളിടത്തോളം കാലം പറയും. ബിഗ് ബോസ് പറഞ്ഞില്ലേ PR-കളെ പൂട്ടിച്ചെന്ന്. PR പൂട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ബിഗ് ബോസ് എക്സ്പോസ് ചെയ്തു PR-കളെ. അതിൻ്റെ ബാക്കി പത്രമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ കുറിച്ച് പറയും, അവർ തന്നെ സ്വയം കാണിച്ചു തരും ഞാനാണ് PR. അണ്ണൻ തന്നെ വന്ന് കാണിച്ചു തന്നു ഞാനാണ് PR. ഇനി ആരൊക്കെ എനിക്ക് ഇതിന് എഗൻസ്റ്റ് വീഡിയോ ഇടുന്നോ അവരൊക്കെ PR-കളാ. നിങ്ങളുടെ മുന്നിൽ അവരൊക്കെ PR-കളാ. നിങ്ങൾക്ക് കാണിച്ചു തന്നതാ. അവരെ സ്വയം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നമ്മളൊക്കെയാണ് ഇവിടെ PR-കളെന്ന്. ആരുടെ PR എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ വീഡിയോസ് ഒന്ന് ക്രോസ് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചെയ്ത ആൾക്കാരുടെ വീഡിയോകൾ നിങ്ങളൊന്ന് ക്രോസ് അനലൈസ് ചെയ്യുമ്പം ആരെയൊക്കെയാണ് പൊക്കി പറഞ്ഞിരിക്കുന്നത്, ആരെയൊക്കെ മാത്രം ഒരു കണ്ടസ്റ്റന്റിനെ മാത്രമേ അവർ പൊക്കി പറയുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ താറടിക്കുകയായിരിക്കും. ബാക്കിയുള്ള സകല കണ്ടസ്റ്റൻസിനെയും ഡീഗ്രേഡ് ചെയ്യുക, വ്യക്തിഹത്യ ചെയ്യുക, ഇമ്മാതിരി പരിപാടിയായിരിക്കും. അവരാണ് ശരിക്കുമുള്ള PR. അണ്ണാ എനിക്ക് വിഷമം വരണം. എനിക്ക് ആ വീഡിയോ ആലോചിച്ചിട്ട് എന്നെക്കുറിച്ച് എൻ്റെ ഫോട്ടോയും ക്ലിയർ അല്ല, വീഡിയോയും ക്ലിയർ അല്ല. എന്തൊരു കഷ്ടം. PR അണ്ണൻ, രായണ്ണൻ, സാരമില്ല, പുതപ്പൊക്കെ പോയില്ലേ. അടുത്ത വർഷം നമുക്ക് ദൈവമേ ജിസേലിനെ പോലെ ആരെങ്കിലും ഒരാൾ വരണേ. അടുത്ത കൊല്ലമെങ്കിലും അണ്ണന് പാവം നേരത്തെ ഔട്ടായും പോയി, അല്ലെങ്കിൽ പുതപ്പ് വിഷയം വെച്ച് കുറേ റൺ ചെയ്യായിരുന്നു. പോട്ട്, സാരമില്ല. ഇപ്പം തക്കാലം എന്നെ പിടിച്ചേക്കല്ലേ, എന്നെ പിടിച്ചോ. പക്ഷെ ക്ലിയർ ആയിട്ട് വീഡിയോ ഇടണം, ഫോട്ടോ ഒക്കെ ക്ലിയർ ആയിട്ട് ഇടണം. ഇച്ചിരി നല്ലതൊക്കെ പറയും ഇടയ്ക്ക്, മോശം മാത്രം പറയാതെ. അണ്ണാ പ്ലീസ്. രായണ്ണ, നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ അണ്ണാ, എന്തിനണ്ണാ പറയണത്? അപ്പം വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറയണ്ടേ കൂട്ടുകാരെ, പ്രേക്ഷകരെ?
നിങ്ങളൊക്കെ പോയി കാണണേ എല്ലാവരുടെയും. ഇന്ന് എല്ലാവരും എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് വീഡിയോ ഇടും. കാര്യം ഞാൻ നെഗറ്റീവ് പറയാൻ പോവുകയാണെന്നുള്ള ഇതിലാണ് ഇടുന്നത്. മനസ്സിലായ? കാര്യം ഇന്ന് നെഗറ്റീവുകളൊക്കെ സംഭവിക്കാൻ പോവുകയാണ് വീട്ടിനകത്ത്. ഒടുക്കത്തെ വുമൺ കാർഡ്, ക്യാരക്ടർ അസാസിനേഷൻ, പിന്നെ അക്ബർ ഇവിടെ മുഖമൊക്കെ വലിച്ചു വരച്ചെന്നൊക്കെയാണ് പറഞ്ഞത്. മൂക്കിലൂടെ ചോര വന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അനുവിൻ്റെ മൂക്കിലൂടെ ചോര. പിന്നെ അനു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അക്ബറിന് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. വൃത്തികേടുകൾ ആ പരമാറ്റ നാറി ഫുൾ ബീപ്പായിരുന്നു. അനു പറഞ്ഞതൊക്കെ ബീപ്പാ. അത് കുഴപ്പമില്ല. അത് പറയാം, അതൊക്കെ പറയാം. അയ്യോ പിന്നെ അത് പറഞ്ഞൂടെ? ബാക്കിയുള്ളവർക്കൊന്നും പറയാൻ പാടില്ല. അനുവിന് പറയാം, അനുവിന് പറയാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആളല്ലേ, നമുക്ക് പറയാം. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും അത് നമ്മൾ എടുത്തിട്ട് പറഞ്ഞോണം. അനു പറയണം, ഒന്നും പറയാൻ പാടില്ല. അത് പറയാനേ പാടില്ല. അനു എന്ന വാക്കേ ഉച്ചരിക്കാൻ പാടില്ല കേട്ടാ. നിങ്ങൾ പ്രേക്ഷകരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നോട്ട് ചെയ്തോണം കേട്ടാ. ഞാൻ ഗെയിമാണ് അനലൈസ് ചെയ്യുന്നത്. ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് നടന്നത് അതാണ് ഞാൻ പറയണത്. അതേ ഞാൻ പറയുള്ളൂ, ഗെയിമേ പറയുള്ളൂ. മനസ്സിലായ? അപ്പം നമുക്ക് ആരംഭിക്കാം. അണ്ണാ പിണക്കമുണ്ട്, ഞാൻ മിണ്ടൂല കേട്ടാ. എൻ്റെ ഫോട്ടോ ക്ലിയർ ആയിട്ട് ഇട്ടില്ല. ഞാനും തരാം, എന്നാലും ഇടണേ ഫോട്ടോ. അടുത്ത വീഡിയോയിൽ നല്ലത് ഇടണേ എന്നെക്കുറിച്ച്. ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ മനഃപൂർവ്വം നല്ലത് ഇടും കേട്ടാ. ഞാൻ പൈസ തന്നെന്ന് ചിലപ്പോൾ ഇട്ട് കാണിക്കും. അവളെനിക്ക് തന്ന് അയ്യോ എൻ്റെ പൊന്നെണ്ണ, നിങ്ങളുടെ വായിന്ന് എനിക്ക് നല്ലതും കേൾക്കണ്ട, മോശം പറഞ്ഞോ നല്ലത് കേൾക്കണ്ട എൻ്റെ പൊന്നോ. നടന്നോ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നടന്നോ, എനിക്കൊന്നുമില്ല. എന്തോ ചെയ്തുകൊണ്ട് പോ. നിങ്ങൾ തന്നെ പ്ലക്കാർഡ് വെച്ച് കാണിക്കുന്നുണ്ട്, ഞാനാണ് ആ PR എന്ന്. അപ്പം നിങ്ങൾ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നോ. ഞാൻ എൻ്റെ പാട് നോക്കി പോണു. പിന്നെ PR വന്നിരിക്കുന്നു. പാടേ നമുക്ക് പറയാം. പാവശാസ്ത്രം എന്ന ടാസ്ക്കാണ് നടന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, ചീഞ്ഞളിഞ്ഞ ടാസ്ക് കേട്ടോ, ചീഞ്ഞളിഞ്ഞ്. ഇന്ന് ലാലേട്ടനൊരു വരവുണ്ട്. ലാലേട്ടൻ, എൻ്റെ പൊന്നോ ലാലേട്ടന് മാത്രം അർഹതപ്പെട്ടതാണ് ഈ സീസണിലെ ട്രോഫി. ഒരൊറ്റ എണ്ണത്തിന് കൊടുക്കരുത്, ഒന്നും കൊള്ളൂല, ഒന്നും. ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്ന് ലാലേട്ടാ, ഈ ആഴ്ച സീസൺ അവസാനിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ആഴ്ച അവസാനിപ്പിക്കണം ഈ സീസൺ. ഞാൻ പറയുകയാണ്, ഗ്രാൻഡ് ഫിനാലെ നടത്ത്, എന്നിട്ട് ലാലേട്ടൻ തന്നെ കൊണ്ടുപോകും. ഒറ്റ എണ്ണത്തിന് കൊടുത്തു പോകരുത്, ഒന്നും. അത്രയ്ക്ക് എനിക്ക് ദണ്ണമുണ്ട്. പറയാനിരിക്കാം പയ്യ. ഞാൻ പറയട്ടെ, ഞാൻ 10 വാക്ക്. ചടുലമായ നീക്കങ്ങളോടുകൂടി അനുയോജ്യമായി ശേഖരിക്കുക എന്നാണ്. പാവകൾ നമ്മുടെ കൺവെയർ ബെൽറ്റ് വഴി വരും. ചടുലമായ നീക്കങ്ങളോടുകൂടി അനുയോജ്യമായി പാവകൾ ശേഖരിക്കണം. അതാണ് ടാസ്ക്. പല ഭാഗങ്ങളോടെയാണ് പാവ വരണത്. അപ്പോൾ അതിനെയെല്ലാം ശേഖരിച്ച് കയ്യിൽ വെക്കണം. പാവ കറക്റ്റ് ഉണ്ടാക്കി വെക്കണം. ഒരു പാവയ്ക്ക് 5 പോയിന്റ്. പാവ സൂക്ഷിക്കണം. പുതിയൊരു പ്രൊമോ കണ്ടില്ലേ? അക്ബർ അവിടെ കരഞ്ഞോണ്ടിരിക്കുക. പാവയൊക്കെ കൊണ്ടുപോയി. എല്ലാവരും നിവിനെ പറയും. നിവിനായിരിക്കൂല, ആർക്കറിയാം. പിന്നെ നമ്മൾ നല്ലവരും എല്ലാ മോശമാണെങ്കിൽ ഫുൾ നിവിനാണ്. അത്രേ ഉള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ബ്ലൈൻഡ്സ് ഓപ്പൺ ആവുന്നു, എല്ലാവരും പുറത്തേക്ക് പോകുന്നു. ഷാനവാസിന് സത്യം പറഞ്ഞാൽ ഒന്നിലും ഇടപെടാൻ വലിയ താല്പര്യമില്ല. കാര്യം ഈ ആഴ്ച കണക്കിന് കിട്ടിയല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് മാറി നിന്നിട്ട് എല്ലാം അങ്ങോട്ട് ഒബ്സർവ് ചെയ്യാണ്. എന്തൊക്കെ പോയിന്റ്സ് എടുത്തിട്ട് അടുത്ത ആഴ്ച പ്രയോഗിക്കാം എന്നുള്ള രീതിയിൽ. ഇനി 1 മാസം 2 ആഴ്ചയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അപ്പം അനുവും ഫ്രണ്ടിൽ നിൽക്കുന്നു. ഏറ്റവും മുന്നിൽ പോയി ലക്ഷ്മി നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ അനു. അപ്പം അത്രയ്ക്ക് ലക്ഷ്മിക്ക് ദണ്ണം ഉണ്ടെങ്കിൽ അനുവിനെ ഒന്ന് ഫ്രണ്ടിലോട്ട് മാറ്റിക്കൂടെ? പാവം കൊച്ചല്ലേ, കുഞ്ഞു മോളല്ലേ അത്. അതിനെ ഫ്രണ്ടിലോട്ട് നിർത്തിക്കൂടെ ലക്ഷ്മിക്ക്? എന്തൊരു ക്രൂര സ്ത്രീയാണ് നിങ്ങൾ ലക്ഷ്മി. ഞാൻ കളിക്ക് പറയണേ മക്കളെ, എന്തൊരു ക്രൂരതയാണ് ലക്ഷ്മി കാണിക്കുന്നത്. അനുവിനെ ഫ്രണ്ടിലേക്ക് നിർത്തണമായിരുന്നു. ലക്ഷ്മിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മനസ്സിലായോ? അപ്പോൾ ലക്ഷ്മിയെ ഫ്രണ്ടിലേക്ക് അനുവിനെ ബാക്കിൽ നിർത്തി. തൊട്ട് ബാക്കിൽ ക്രൂരനായ അക്ബർ, വില്ലൻ ഓഫ് ബിഗ് ബോസ് സീസൺ 7 അക്ബർ നിൽക്കുകയാണ്. തൊട്ട് ബാക്കിൽ കുസൃതിക്കാരനായ ആര്യൻ. ആര്യൻ്റെ കാര്യം പിന്നെ പറയണ്ട. ആര്യൻ ഇവിടെ നിന്നിട്ട് അനുവിൻ്റെ തലയിലും ഇതിലുമൊക്കെ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കുകയാണ്. മാറങ്ങോട്ട് അനു മാറിയില്ല അങ്ങോട്ട് അനു. അപ്പം എന്തോന്നിത്? അപ്പം അക്ബർ ഇങ്ങനെ അടുക്കുന്നുണ്ട്. ഇതിനെയൊക്കെ ഇനി പല ക്ലിപ്പുകളായിട്ട് കാണിക്കും കേട്ടാ. ആ പോർഷനൊക്കെ കാണിച്ച ഇത്തിരി വൃത്തികെട്ട ഏർപ്പാടാണോ എന്ന് നടക്കാൻ പോണത് ഈ ആഴ്ച. എൻ്റെ പൊന്നോ, എൻ്റെ ദൈവങ്ങളെ, എന്നെ ഒന്നും പറയാനില്ല. ഇനി എന്തൊക്കെ കാര്യങ്ങൾ കാണണം ഇതിനനുബന്ധിച്ച്. തൊട്ടോ തൊട്ടില്ല ഛീ, എന്തൊക്കെയോ. ആ മഡ് ടാസ്ക്, ആ ചെളിക്കുണ്ടിൽ കിടന്ന് വഴഞ്ഞപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഒന്നിൻ്റെ പുറത്താണല്ലോ എല്ലാവരും കിടന്നത്. അപ്പോഴൊന്നും കുഴപ്പമില്ലാത്തത് ഇപ്പം എന്താണോ വന്നത് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തൊരു രസമായിരുന്നു ആ ടാസ്ക്, ആ ചെളിക്കുണ്ടിൽ കിടന്ന്. എൻ്റെ അവസാനത്തെ നല്ല ടാസ്ക് ആയിരുന്നു അത് ഈ സീസണിൽ. സന്തോഷത്തോടെ ഞാൻ കണ്ടിരുന്ന ഒരു ടാസ്ക്. അത് കഴിഞ്ഞ് എല്ലാം വേസ്റ്റ്, എല്ലാം ചവറും വൃത്തികേടുകളും ചീപ്പ് ഗെയിമും ഡേർട്ടി ഗെയിമുമാണ്. അത് കഴിഞ്ഞ് ആ മഡിൻ്റെ ടാസ്ക് നല്ലതായിരുന്നു. അതിൽ എത്ര പേരാണ് ആ ജിസേലിൻ്റെ മുകളിൽ
10 പേരാ കിടന്നത്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ. ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇതിപ്പം എന്തൊക്കെയാണ് കാണുന്നതും കേൾക്കണത്. ഇനിയിപ്പോൾ അണ്ണൻ്റെ വീഡിയോ മൊത്തം തൊട്ടില്ല ഇതായിരിക്കും കാണിക്കണത്. അപ്പം ലക്ഷ്മി ഫിസിക്കൽ ആവരുത്, ബാരിക്കേഡ് ക്രോസ്. ഇവരാണ് ബാരിക്കേഡ് ക്രോസ് ചെയ്ത് ഫ്രണ്ടിൽ പോയി നിന്നത്. എന്നിട്ട് പറഞ്ഞു ഫിസിക്കൽ ആവരുത്. അപ്പർ അങ്ങ് നിങ്ങളല്ലേ ഫ്രണ്ടിൽ കയറി നിന്നത്. അപ്പൊ ആനുവിന്റെ തലയിലിട്ട് പിടിക്കുന്നു. ആര്യനാണ് ബാക്കിൽ നിന്ന് എല്ലാം ചെയ്യണത്. അപ്പൊ നൂറ മൈക്ക് ഇട്ടിട്ടില്ല. അപ്പൊ നൂറ പോകുന്നു. ആ സമയത്ത് അനീഷ് കയറുന്നു. നൂറ തിരിച്ചു വരുന്നു. ആദിനെ സ്ഥലം കൊടുക്കുന്നു. അനീഷ് പറ്റത്തില്ല. അപ്പൊ ആര്യൻ ഇവിടെ തൊടുന്നു. അപ്പൊ അനു ഇവിടെ എന്താ അക്ബർ അല്ല ചെയ്യണത്, ആര്യനാണ് ചെയ്യണത്. അപ്പൊ അക്ബർ നീ ഒന്ന് മാറി നിൽക്കടി, ഇതാകുമ്പോ തള്ളനും ഉന്തനും ഒക്കെ ഉണ്ട്, ഇത് ഫിസിക്കൽ ടാസ്ക് ആണ്. അപ്പൊ ആര്യൻ ഫ്രണ്ടിലോട്ട് വരുന്നു. അപ്പൊ ലക്ഷ്മി ഫിസിക്കൽ ബിഗ് ബോസ് എന്റെ പൊന്ന് ലക്ഷ്മി ആ മട്ടാസ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അങ്ങനെ നമ്മുടെ ചിരി വരുന്നു, എല്ലാവരും എടുക്കാൻ തുടങ്ങുന്നു. അനീഷ് വാരി അങ്ങ് എടുക്കുകയാണ്. അനീഷ് മിക്കവാറും ഒരു പാവ ഫാക്ടറി തന്നെ തുടങ്ങും കേട്ടാ. അങ്ങനെ ഷാനവാസ് തൽക്കാലം മാറി നിൽക്കുന്നതാണ് നല്ലത്. മീശ പിരിച്ചുകൊണ്ട് ഞാൻ മാറി നിന്നതെല്ലാം കാണുന്നതായിരിക്കും. അങ്ങനെ അനീഷ് എടുക്കുന്നു. ലക്ഷ്മി ഐ വാണ്ട് ടു ഗോ ഔട്ട് എന്തിനാണ് പിന്നെ ഫ്രണ്ടിൽ കയറി നിന്നത്? ഐ വാണ്ട് ടു ഗോ, ലീവ് മീ അലോൺ. അപ്പൊ അനുവിന്റെ ശബ്ദം കേൾക്കുന്നു. ഇന്ന് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കാണിക്കും. കാര്യം അതിൽ ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അക്ബർ തള്ളിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാര്യം ലൈവിനകത്ത് ഇത് ക്ലിയർ ആയിട്ട് കാണിക്കും അക്ബർ അനുവിൻ്റെ പുറത്ത് കിടന്നു എന്നുള്ളത്. അക്ബർ പുറത്ത് കിടന്നിട്ട് എന്തൊക്കെയോ മൂക്കെടുത്ത് വരച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അത് മിക്കവാറും ഇന്ന് എപ്പിസോഡിലായിരിക്കും കാണിക്കുക മൂക്കെടുത്ത് വരച്ചതൊക്കെ. നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, മൂക്കെടുത്ത് വരയ്ക്കണതൊക്കെ മിക്കവാറും അക്ബർ വെയിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അനു അവിടെ കിടന്ന് മാറിയിക്കടോ. അപ്പോൾ അനീഷ് ഇവിടെ കൈ നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ മൂക്കിടിച്ചു എന്ന് പറയുന്നുണ്ട്. മൂക്കിടിച്ചു. അപ്പം ലക്ഷ്മി എടോ എന്താണോ ഇത്? അക്ബറെ മനസാക്ഷിയില്ലാത്തവനെ, താൻ കപ്പടിച്ചോടോ. അപ്പം അനു കപ്പടിക്കോടോ, താൻ കപ്പടിക്കാതെ തനിക്ക് എന്ത് കിട്ടാനോ, താൻ കപ്പടിക്കാൻ എന്ത് യോഗ്യതയാണ് തനിക്കുള്ളത്? ബോഡി വെയിറ്റ് കൊണ്ട് അനുവിന്റെ മേലെ ഇടരുത്. പൊക്കമുണ്ട് നിങ്ങൾക്ക്, ഒത്തിരി ഹേർട്ട് ചെയ്യുന്നുണ്ട്. മാന്യമായി കളിക്കണം. നിനക്ക് ഹിറ്റ് ഉണ്ട്. നിന്റെ ബേസിക് സ്വഭാവം നീ കാണിക്കരുത്. നീ ഹിറ്റ് ചെയ്തു. അങ്ങനെ കളിക്ക്, വൃത്തിക്ക് കളിക്ക്. ആരെയും കണ്ടോ കളിച്ചത് അതുപോലെ കളിക്ക്. നീ വൃത്തിയില്ലാതെ കളിക്കുന്നത്. ജീവിതത്തിലാണെങ്കിൽ നീ മര്യാദയ്ക്ക് കളിക്ക്. അവരുടെ മുഖം നോക്ക്, പാവം അവളുടെ മുഖം നോക്ക്. അത്രയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ലക്ഷ്മി നീ മാറി നിൽക്കണമായിരുന്നു. അത്രയേ ഉള്ളൂ, മാറി നിൽക്കണമായിരുന്നു എന്ന് അനു അക്ബർ പറഞ്ഞു. അപ്പൊ അനു മൂക്കിൽ ചോര വരികയാണ്. അയ്യോ അവളുടെ മൂക്കിൽ ചോര വരുന്നു. മെഡിക്കൽ റൂമിൽ പോയില്ലല്ലോ. പക്ഷെ എന്ത് പറ്റി? മനസ്സിൽ ദുഷിപ്പം വെച്ചോണ്ടിരിക്കുന്നേ ഇമ്മാതിരിയുള്ള നീ ഹൈറ്റ് അനുസരിച്ച് കളിക്ക്. ഡാന്നോ ലക്ഷ്മിയുടെ വായിന്ന് ഡായും നീയൊക്കെ വന്നു തുടങ്ങി. എന്ത് പറ്റി? അപ്പം മൂക്കിൽ ചോര വരികയാണ്. ആ കുട്ടിയുടെ മൂക്കിൽ ചോര വരികയാണ്. അപ്പം മെഡിക്കൽ റൂമിലൊന്നും പോണത് കാണുന്നതുമില്ല. പക്ഷെ ഈ അക്ബർ ഈ അനു നമ്മുടെ നിവിൻ്റെ കൈ അള്ളി കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നും പ്രശ്നമില്ല, അത് സാരമില്ല. ഷാനവാസ് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിനക്ക് മാത്രം നിന്ന് ഇതാക്കിയാൽ മതിയോ? അപ്പൊ അനു ഒരു പെൺകുട്ടിയല്ലേ, ഒരു ആൺകുട്ടി ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ആൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അപ്പൊ ലക്ഷ്മി ഏറ്റവും നികൃഷ്ടമായ ചിന്താഗതിയാണ് നിനക്കുള്ളത്. അപ്പൊ അനു അയ്യേ നീ ഒരിടത്തും എത്തൂലടാ. ശാപവാക്കുകൾ ചൊരിയുന്നു അനു. അക്ബർ മിക്കവാറും ഔട്ടാവും കേട്ടോ ഈ ആഴ്ച. ശാപവാക്കുകൾ നിന്നെ ഞാൻ ശപിക്കുന്നടാ. നീ ഔട്ടാവും, സോറി നീ ഒരിടത്തും എത്തൂലടാ. എന്നിട്ട് അനു പോയി ആര്യൻ്റെ അടുത്ത് പോയിട്ട് അനു പോയിട്ട് ആര്യൻ്റെ അടുത്ത് അനു എന്നിട്ട് എനിക്കിവിടെ നിൽക്കണം, മാറി നിൽക്കടാ. എന്നിട്ട് അനു പോയി ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു. അപ്പൊ അക്ബർ അപ്പൊ നീ പോയി നിൽക്കണതോ? ഞാൻ നിൽക്കും, നീ നിൽക്കണ്ട, അനുവിന് ഫ്രണ്ടിൽ നിൽക്കണം. അപ്പൊ അനീഷ് എനിക്ക് എന്തെങ്കിലും ചോര പൊടിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും കൈയും കാലും നിലത്ത് കിടന്ന് ഉരുളും. എല്ലാവരും ചിരിക്കുന്നേ അനീഷിൻ്റെ ഇത് കേട്ടിട്ട്. അപ്പൊ അക്ബർ മാറി നിൽക്കണം അങ്ങോട്ട്. അപ്പൊ അനു ഇയാളുടെ ഫുൾ ഹൈറ്റും എൻ്റെ പുറത്തായിരുന്നു അറിയാമോ, എൻ്റെ ഭാഗങ്ങളെയൊക്കെ എന്തോ വൃത്തികേടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ലക്ഷ്മി ആരിനെ പോലെ കളിക്കണോ, അപ്പൊ മനുഷ്യത്വം കാണിക്കണോ. നീ കാരണം വളരെ മോശമാണ് ഉണ്ടായത്. നീ അവളുടെ ദേഹത്ത് വൻ തെറ്റ് ഉപദ്രവിച്ചു. നിന്റെ മൈൻഡ് സെറ്റാണ് കുഴപ്പം. അവർക്ക് വേദനിപ്പിച്ചു. നീ മനുഷ്യത്വം ഇല്ലാതെ നിന്നു. അപ്പൊ അനു നീയാണ് നിനക്ക് ടോപ്പിലെത്താൻ യാതൊരു യോഗ്യതയില്ലടാ. അപ്പൊ ലക്ഷ്മി ഫിസിക്കൽ റിസോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അക്ബർ എന്താണ് എത്ര ടാസ്കിലാണ് ഇവിടെ ചോര വന്നത്? ഇതുവരെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ആതിര മൂക്കിൽ ചോര വന്ന അക്ബർ നിങ്ങൾ സ്വാർത്ഥമായി കളിച്ചു. അപ്പൊ ഉടനെ നിങ്ങൾക്ക് സ്വാർത്ഥമായി കളിക്കാം. അപ്പൊ അക്ബർ പറയാണ്. അപ്പൊ ലക്ഷ്മി വളരെ മോശം നാണം കെട്ട കളി. അപ്പൊ അനു കരയാണ്, ഭയങ്കരമായിട്ട് കരച്ചില്ല കേട്ടോ. അപ്പൊ അക്ബർ നിന്റെ മനസ്സിലെ കറുപ്പാടി നീ കാണിക്കുന്നത്. അപ്പൊ അനു ഞാൻ കാണിച്ചു കൊടുക്കാടാ, പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പൊ അക്ബർ വീഡിയോ കാണിക്കട്ടെ, ഞാൻ എൻ്റെ മൂക്കിൽ ഇടിക്കുന്നതായിട്ട്. അക്ബർ അനുവിന്റെ മൂക്കിൽ ഇടിച്ച് പരത്തുന്നതായിട്ട് വീഡിയോ കാണിക്കട്ടെ. അപ്പൊ അനു ഞാൻ കമന്ന് കിടക്കുകയായിരുന്നു. അപ്പൊ പുറത്ത് ഇയാൾ വീണു എൻ്റെ പുറത്ത്. അപ്പൊ അക്ബർ ഒരാള് എന്താണ്
പിന്നെയും കൺവെയർ ബെൽറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് അടുത്ത പാവ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനു എന്താണ് നിങ്ങൾ തള്ളി. അപ്പം അക്ബർ അവള് എന്താണ് അവൾക്ക് നേരെ നിൽക്കണം, അവൾക്ക് ആദ്യമേ പറയായിരുന്നല്ലോ ഞാൻ തള്ളി എന്നുള്ളത്. അപ്പോൾ അനീഷ് ഇവിടെ ഇനി ഗ്രൂപ്പ് ഉണ്ടാക്കി എക്സ്ചേഞ്ച് നടക്കും, അതായത് ആദിലയും നൂറയും അനുവും ഇനി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞേക്കണത്. അനീഷ് നേരത്തെ പറഞ്ഞേക്കണത്. അപ്പോൾ ലക്ഷ്മി ഉറപ്പായും നീ ചെയ്തു, നീ ഉപദ്രവിച്ചു, അപ്പം നീ എന്നൊക്കെ ലക്ഷ്മി ഉപയോഗിച്ചല്ലോ. അപ്പോൾ അക്ബർ ഇപ്പോൾ നീ എന്നൊക്കെ നിന്റെ വായിന്ന് വന്നല്ലേ? വന്നു. അപ്പോൾ അനു പല ആംഗിളിൽ കരയാണ്, കരയുന്നുള്ളൂ, അതിന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ അക്ബർ നീ നിന്റെ കാര്യം നോക്ക്, നിന്റെ എനർജി നീ കളയണ്ട ലക്ഷ്മി, നീ നിന്റെ കാര്യം നോക്ക്. അപ്പോൾ അനീഷ് ഗ്രൂപ്പ് കളി നടക്കും, എക്സ്ചേഞ്ച് മേള നടക്കാൻ പോകുന്നു. അപ്പോൾ അനീഷ് എൻ്റെ മേലത്തെങ്ങാനും ചോര പൊടിഞ്ഞാൽ നിങ്ങളുടെ കൈയും കാലും താഴെ കിടക്കും. എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ അക്ബർ നിന്റെ തോന്നലാണ് മോനെ, നിന്റെ മൂക്കിടിച്ച് പരത്തി നിന്റെ കാര്യം ഞാൻ ഭിത്തിയിലൊട്ടിക്ക് മാറിയിക്കടാ അങ്ങോട്ട് അക്ബർ. അപ്പോൾ അനീഷ് ചങ്കൂറ്റമുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കടാ എന്ന് അനീഷ്. അപ്പോൾ അനു ഒരു യോഗ്യതമില്ലാത്തവൻ പട്ടി ശവത്തിലിട്ടിട്ട് എന്തൊക്കെയോ വൃത്തിയോട് വിളിച്ച് പറയുന്നുണ്ട്. അനു നിന്റെ ഓരോ ഭാഗങ്ങളും ഇടിച്ച് പഞ്ചറാക്കി എന്നാണ് പറയുന്നത് അനു കേട്ടാ. കുറേയൊക്കെ ബീപ്പാണ് പുള്ളിക്കാരി പറയണ കംപ്ലയിൻസും അക്ബറിനെതിരെ ഉള്ള കംപ്ലൈൻറ്റുകളൊക്കെ ബീപ്പാണ്, കാര്യം വൃത്തികേടുകളാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി നീ സോറി പറഞ്ഞില്ല അക്ബറെ, അക്ബറിനൊരു സോറി പറയായിരുന്നു. അപ്പോൾ അനു ഈ ജന്തുവിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് സോറി വേണ്ട, നീ ഒരു ഡാഷാണ് 70 ദിവസം നിന്നെ പ്രേക്ഷകർ നിന്റെ അടുത്ത് നിർത്തിയില്ലേ, ആ പ്രേക്ഷകർ വിഡ്ഢികളാണ്, അല്ലെങ്കിൽ നിന്റെ നല്ലത് മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. എൻ്റെ പൊന്നനു അക്ബറിൻ്റെ ഒന്നും വരുന്നില്ല പുറത്ത്, അതാണ് നമ്മുടെ പ്രശ്നം. നല്ലതോ ചീത്തയോ എന്തെങ്കിലും വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ആദില നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദേഹത്തേക്ക് എല്ലാ വിരലുകളും ചൂണ്ടും. അപ്പം എനിക്കെന്താ വട്ടാണോ അവളുടെ മുഖം എടുത്ത് ഉരയ്ക്കാൻ എന്ന് അക്ബർ ചോദിക്കുകയാണ്. അപ്പോൾ അനു ചെകുത്താൻ്റെ ജന്മമാണ് നീ, എന്തൊക്കെയാണോ എന്നിട്ട് സോറി അത് ഞാൻ എഴുതി വെച്ചതാണ്, ചെകുത്താൻ്റെ ജന്മമാണ്, എന്നിട്ട് എന്തൊക്കെയോ വൃത്തികേടുകൾ പറയുന്നുണ്ട്, ഫുൾ ബീപ്പാണ്. അത് അനു ഇവിടെ അക്ബർ തന്നെ മോശമായി ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. ഫുൾ ബീപ്പാണ് കേട്ടോ. അപ്പോൾ ഉടനെ എല്ലാവരും റിയാക്ട് ചെയ്യാണ്. ലക്ഷ്മിയുടെ വായങ്ങ് അടഞ്ഞ്, കാര്യം ഇത് വേറെ ക്യാരക്ടർ അസാസിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ലക്ഷ്മിയുടെ പെട്ടെന്ന് അങ്ങ് അടഞ്ഞ്, അത്രയും നേരം തുള്ളിക്കൊണ്ടിരുന്ന ലക്ഷ്മി മിണ്ടാതെയായി. ലക്ഷ്മി അപ്പം നിവിൻ പറയാണ് എടി നീ അനു വാടക്ക് നീ എന്തൊക്കെ വൃത്തിയോടെ വിളിച്ചായിരുന്നത്. അപ്പോൾ അക്ബർ എന്തൊക്കെയാണ് നീ പറയുന്നത്. അപ്പം നൂറ അങ്ങനെ പറയല്ലേ അനു, ഞാൻ അനീഷേട്ടൻ്റെ പറയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അനീഷേട്ടൻ അതാണോ വൃത്തിയോട് പറയരുതേ അനു. അപ്പോൾ ഷാനവാസ്റ്റ് ഇതൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് അടുത്ത ആഴ്ച കളിക്കാൻ. അപ്പോൾ ആദില നീ എന്താ അപ്പം പറയാത്തത് നിന്റെ അടുത്ത് മോശമായി പെരുമാറിയെന്ന്, അതായത് അക്ബർ മോശമായി പെരുമാറിയെന്ന്, മോശമായ ഇൻറ്റൻഷനിലൂടെ അനുവിൻ്റെ അടുത്ത് പെരുമാറിയെന്നാണ് പറഞ്ഞത്. കളി തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിന്നപ്പോഴേ ആരും തള്ളിയപ്പോൾ അപ്പോൾ ലക്ഷ്മി ഒന്ന് ഒതുങ്ങി. അങ്ങനെ പറയരുതേ അനു, കുറച്ചൊന്ന് അടങ്ങി, അങ്ങനെ പറയല്ലേ അനു, അത് വേണ്ട. അപ്പോൾ അക്ബർ വെരി ബാഡ് ഡേർട്ടി ഗെയിം എന്നൊക്കെ പറഞ്ഞ് അക്ബർ കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അടുത്ത പാവ വരുന്നു എടുക്കുന്നു. അപ്പോൾ അനു ഇവിടെ പറയുന്നുണ്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അനീഷ് വെറുതെ കടന്ന് വിളിക്കുന്നു, അക്ബർ വെറുതെ വിടൂ, അക്ബർ അവിടെ മിണ്ടാ നിൽക്കുകയാടാ, ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ പുള്ളിക്കാരെ അക്ബർ ബാക്കിൽ നിൽക്കുന്നുണ്ട്, അനു എടുത്ത അതേ ഗെയിം, അക്ബർ എന്നെ വെറുതെ വിടൂ. അപ്പോൾ അക്ബർ ഞാൻ എന്തിനു ചെയ്ത്, അക്ബർ എന്നെ വെറുതെ, എന്നിട്ട് അനീഷ് ഫുൾ എടുത്ത് കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഉന്തും തള്ളും എന്താണ് നടക്കുന്നത്. ഷാനവാസ് സാബു ഒന്നും എടുക്കണില്ല, അവർ നന്മയുടെ പ്രതീകങ്ങളായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അനു ആരിനും നിവിനും കൂടെ അടി, അക്ബർ ഇപ്പുറത്തേക്ക് മാറി, കാര്യം ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെയും പണി പാളും, വേറെ പല ആരോപണങ്ങളും തലേറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ബർ ഇപ്പുറത്തേക്ക് മാറി, അനു ആരിനും അടിയും കൂടെ അടി, അനുവും ആരിന് നിവിനും കൂടെ അടി. നിവിൻ അനുവിൻ്റെ കയ്യിൽ പാവ തട്ടിപ്പറിച്ച് പോയി, എന്നിട്ട് നിവിൻ്റെ കൈ മൊത്തം അനു അള്ളിപ്പറിച്ചു. അപ്പോൾ എന്നിട്ട് അനു അത് കഴിഞ്ഞ് എൻ്റെ പാവ പോയേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. പേടിക്കണ്ടടാ, ഇന്ന് രാത്രി മോഷണം നടത്തി എല്ലാ പാവങ്ങളും അവർ അടിച്ചു മാറ്റും, അതാണ് നടക്കാൻ പോണത്. ഓക്കെ, അങ്ങനെ കിടന്ന് ഭയങ്കര കരച്ചിലായി ബഹളമായി, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ഡേർട്ടി ഗെയിം അടുത്ത് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അണ്ണൻ ഇത്രയും മതിയല്ല അണ്ണ, നാളെ അടുത്ത വീഡിയോയിലെങ്കിലും മുഖം ക്ലിയർ ആക്കണേ. എൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ്, എനിക്ക് വിഷമമുണ്ട് അതിൽ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബായ്.